ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഇന്നൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പാഠം 2 ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാറകല്ലാഹു ഫീക്കും. മുആവിയ അൻ ജാബിറിൻ റളിയല്ലാഹു അൻഹു. ജാബിർ റളിയല്ലാഹു അൻഹു നിന്ന് കാല അദ്ദേഹം പറഞ്ഞു, അതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ ഫിൽ മസ്ജിദി. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ചെന്നു. അതൈതു എന്ന് ഞാൻ ചെന്നു. അത്ത മാലി അവൻ ചെന്നു, അവൻ പോയി. യതി അവൻ പോകുന്നു, അവൻ പോകും. യതി അത് മുലാരി. അപ്പോൾ അത്ത മാലി അവൻ ചെന്നു, പോയി. അതൈതു ഞാൻ പോയി, ഞാൻ ചെന്നു. അൻ നബിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക്. വഹുവ ഫിൽ മസ്ജിദി മസ്ജിദിൽ അദ്ദേഹമായപ്പോൾ. അപ്പോൾ നമ്മളിവിടെ വാവുൽ ഹാൽ പഠിക്കുകയാണ്. ബാറകല്ലാഹു ഫീക്കും. വാവുൽ ഹാൽ. അപ്പോൾ ഇത് ഹർഫു അത്തഫ് നിന്ന് വ്യത്യസ്തമാണ്. ഹർഫു അത്തഫ് എന്ന് പറഞ്ഞാൽ ആ വാവിൻ്റെ അർത്ഥം ആൻഡ് എന്ന് പറയാനാണ്. ആൻഡ് മലയാളത്തിൽ ഖാലിദുൻ വ ഹാമിദുൻ. ഖാലിദും ഹാമിദും അങ്ങനെ എന്ന് പറയാൻ. ഖാലിദ് ആൻഡ് ഹാമിദ് അതാണ് ഹർഫു അത്തഫ് വാവ്. ഈ വാവ് വാവുൽ ഹാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചെന്നപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയായിരുന്നു? മസ്ജിദിലായിരുന്നു. അപ്പോൾ ആ സന്ദർഭം പറയാണ്. ഫക്കാല എന്നിട്ട് അദ്ദേഹം പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലി റക്അത്തൈനി 2 റക്അത്ത് നിസ്കരിക്കൂ, 2 റക്അത്ത് നിസ്കരിക്കൂ. ബാറകല്ലാഹു ഫീക്കും. അശ്റഹ് ലക്കും മുദ്ദർസ അലാൻ. ഞാനിപ്പോൾ നിങ്ങൾക്ക് പാഠം വിശദീകരിച്ചു തരാം. അശ്റഹു ഞാൻ വിശദീകരിക്കുന്നു. ഷറഹ അവൻ വിശദീകരിച്ചു. മാലി യശ്റഹു അവൻ വിശദീകരിക്കുന്നു, വിശദീകരിക്കും. അശ്റഹു ഞാൻ വിശദീകരിക്കും. പിന്നെ അശ്റഹു ഞാൻ വിശദീകരിക്കും. ലക്കും നിങ്ങൾക്ക്. എന്ത്? അദ്ദർസ മഫ്ഊലുൻ ബിഹി മൻസൂബ്. അദ്ദർസ സീന് ഫതഹാണ്. പാഠം. അൽ ആന ഇപ്പോൾ. ലർഫു സമാൻ. ഫസ്മഉ അപ്പോൾ നിങ്ങൾ എല്ലാവരും കേൾക്കൂ. സമിയ യസ്മഉ. ഇസ്മ നീ കേൾക്ക്. യസ്മഉ നിങ്ങളെല്ലാവരും കേൾക്ക്. വലാ തക്തുബു നിങ്ങളാരും എഴുതരുത്. കതബ യക്തുബു. തക്തുബു. ലാ തക്തുബു നിങ്ങളാരും എഴുതരുത്. ഷയ്യൻ ഒന്നും. വാന അശ്റഹു ഞാൻ വിശദീകരിക്കുമ്പോൾ. അപ്പോൾ ഇവിടെയും വാവുൽ ഹാലാണ്. വാവുൽ ഹാൽ ഞാൻ വിശദീകരിക്കുമ്പോൾ. അപ്പം ഞാൻ വിശദീകരിക്കുമ്പോൾ നിങ്ങൾ എഴുതരുത്. തഅ്തിൽ വാവ് അൽ ലിമആനിൻ കസീറത്തിൻ. തഅ്തി വരുന്നു. അത അവൻ വന്നു. അപ്പോൾ അത്തക്ക് പോയി എന്ന് അർത്ഥമുണ്ട്, വന്നു എന്ന് അർത്ഥമുണ്ട്. മുകളിൽ വായിച്ച ആദ്യത്തെ ഹദീസിൽ പോയി എന്നുള്ള അർത്ഥമാണ്, ചെന്നു. ഇവിടെ അത്തായത്തി എന്ന് പറഞ്ഞാൽ വരുന്നു, വന്നു. അത്ത വന്നു, യത്തി വരുന്നു. അപ്പോൾ 2 അർത്ഥവും അത്തായത്തിക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കണം. വന്നു എന്നുകൊണ്ട് അർത്ഥം, പോകുന്നു എന്നും അർത്ഥമുണ്ട്. അപ്പോൾ തഅ്തിയൽ വാവ് വാവിന് വരുന്നു. ലി മആനിൻ കസീറത്തിൻ ധാരാളം അർത്ഥങ്ങൾ. മആനിൻ അർത്ഥങ്ങൾ, കസീറത്തിൻ ധാരാളം. മിൻഹ അൽ അത്ഫ് അതിൽ നിന്നാണ് അൽ അത്ഫ്. അപ്പം അതിൽ നിന്നൊന്നേതാണ്? വാവിൻ്റെ അർത്ഥം അത്ഫാണ്. വാ ഹർഫു അത്ഫ്. നഹു ഉദാഹരണം. ഹറജ സുബൈറു വ ഹാമിദുൻ. ഹാമിദും സുബൈറും പുറപ്പെട്ടു. അപ്പോൾ ഇവിടെ എന്നുള്ള അർത്ഥം വരാനാണ് വാവ്. ഇതാണ് ഹർഫു അത്തഫ് വാവ്. നമ്മൾ ബുക്ക് 1 പഠിച്ച. ഇവിടെ വാവുൽ ഹാലല്ല, ഇവിടെ ഹർഫു അത്തഫാണ്. എന്നുള്ള അർത്ഥം വരാൻ. ആൻഡ് ഇംഗ്ലീഷിൽ ആൻഡ്.
അപ്പോൾ ആൻഡ് ഒരു വാക്കാണ്, ഒരു വാക്കാണ്. ഇവിടെ വാവ് ഹർഫ് അത്തഫ് എന്ന് പറയുന്ന ഈ ഗ്രാമറിലെ ഹർഫ് എന്ന് പറഞ്ഞാൽ ഹർഫ് വാക്കാണ്. നമ്മൾ പഠിച്ചല്ലോ കലിമ വാക്ക് 3 ഇനമുണ്ട്: ഇസ്മ്, ഫീല്, ഹർഫ്. ഇതാണ് നമ്മൾ ബുക്കുകളിൽ ആദ്യം പഠിച്ചത്. അപ്പോൾ ആ ഹർഫ് എന്ന് പറയുന്ന ഗ്രാമറിൽ ഈ വാവ് ഹർഫ് അത്തഫ് അതൊരു വാക്കാണ്, ആൻഡ് എന്ന് പറയാം. അതേസമയത്ത് ഭാഷാപരമായി പറയുമ്പം ഹർഫ് എന്ന് പറഞ്ഞാൽ അക്ഷരമാണ്, അക്ഷരം. അപ്പോൾ ഹർഫ് അത്തഫിൽ വാവ് അക്ഷരമല്ല, അതൊരു കലിമയാണ്, വാക്കാണ്. അതേസമയത്ത് ഒരു കലിമയിൽ വാ വന്നാൽ ഇപ്പോൾ വലതുൻ, അവിടെ വാ എന്താണ്? വലതുൻ. അവിടെ വാ എന്താ? വാ അക്ഷരാണ്. അതിന് ഭാഷാപരമായിട്ട് ഹർഫ് എന്ന് പറയാം, ഹർഫ് അക്ഷരത്തിന്. ഗ്രാമറിൽ ഹർഫ് അത്തഫ് എന്ന് പറഞ്ഞാൽ അതൊരു കലിമയാണ്, ആൻഡ് എന്ന് പറയാം. ബാറക്കല്ലാഹു ഫീക്കും. ദറസ്നൽ യൗമ, ഇന്ന് നമ്മൾ പഠിച്ചു അസ്സൂറത്ത വൽ ഫിഖ്ഹ. അസീറത്ത വൽ ഫിഖ്ഹ. സീറത്ത് എന്ന് പറഞ്ഞാൽ ചരിത്രം, പിന്നെ ഫിഖ്ഹും സീറത്തും നമ്മളിന്ന് പഠിച്ചു. അപ്പോൾ ഇവിടെയും വാവ് ഹർഫു അത്തഫാണ്. ഫിഖ്ഹും സീറത്തും നമ്മൾ പഠിച്ചു. അപ്പോൾ എന്ന് പറയാൻ ആൻഡ് ഇവിടെയും ഹർഫു അത്തഫ്, ഇവിടെ വാ കലിമയാണ്. അകൽത്തു വശരിക്തു, ഞാൻ തിന്നു കുടിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെയും വാ എന്താണ്? ഹർഫു അത്തഫാണ്. പിന്നെ വമിൻഹ, പിന്നെ വാവിൻ്റെ അർത്ഥം അതിലുണ്ട് വാവിന് അർത്ഥമുണ്ട്. അൽ ഖസമു, സത്യം ചെയ്യുന്ന വാവ്, സത്യം ചെയ്യുന്ന വാവ്, അതാണ് മറ്റൊരു വാവ്. അപ്പോൾ ഹർഫു അത്തഫ് ഉണ്ട്, വാവുൽ ഹാലുണ്ട്, ഇനി മൂന്നാമത് നമ്മൾ എന്താ പഠിക്കുന്നത്? സത്യം ചെയ്യുന്ന വാവ്. ആ വാവുൽ ഖസ്ം എന്ന് പറയും. ഉദാഹരണം വല്ലാഹി മാ റഅയ്തുഹു, അള്ളാഹുവിൽ കൊണ്ട് സത്യം, അള്ളാഹു ആണ്, അങ്ങനെ പറയുമല്ലോ, അള്ളാഹു ആണ്, അള്ളാഹിനെ കൊണ്ട് സത്യം ചെയ്ത് പറയുമ്പം വല്ലാഹി എന്ന് പറയാം. വല്ലാഹി. മാ റഅയ്തു, ഞാൻ കണ്ടിട്ടില്ല, ഹു അദ്ദേഹത്തെ, ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. ഞാൻ സത്യം അള്ളാഹിനെ കൊണ്ട് സത്യം ചെയ്ത് പറയാണ്, ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. വല്ലാഹി. വവാവുൽ ഖസ്മി മിൻ ഹുറൂഫിൽ ജർരി. വാവുൽ ഖസം എന്താ? അത് ഹർഫു ജറാണ്. ഇവിടെ വാവുൽ ഖസം വന്നാൽ വാവ് എന്താണ്? ഹർഫു ജർ. അതുകൊണ്ടാണ് വല്ലാഹി എന്ന് പറയുന്നത്. വല്ലാഹു എന്ന് പറയൂല, വല്ലാഹ എന്ന് പറയൂല, വല്ലാഹി. ആ ഹാക്ക് കസറായിരിക്കും, അതുകൊണ്ട് ഹർഫുൽ ജറാണ്. വമിൻഹ അൽ ഹാലു, അപ്പോൾ ഹാല് വാവ് ഹാലായിട്ടും അർത്ഥം വരും, അവർ പഠിച്ചു. നഹു ഉദാഹരണം അതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് നാം പോയി ചെന്നു. വഹുവ ഫിൽ മസ്ജിദി, അദ്ദേഹം മസ്ജിദിലായിരുന്നപ്പോൾ. അപ്പോൾ ആ സന്ദർഭം പറയാണ് വാവുൽ ഹാൽ. ഐ അതിനർത്ഥം ഹാൽ കൗനുഹു ഫിൽ മസ്ജിദി, ആ അവസ്ഥ മസ്ജിദിലായിരുന്നപ്പോഴാണ്. റായിത്തുൽ ഹസന, ഹസനെ ഞാൻ കണ്ടു. വഹുവ യഖ്റുജു മിനൽ മഖ്സിഫി, അദ്ദേഹം ക്യാൻറ്റീനിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത്, പുറപ്പെടുമ്പോൾ. അൽ മഖ്സിഫു എന്ന് പറഞ്ഞാൽ ക്യാൻറ്റീൻ, അൽ മഖ്സിഫു ക്യാൻറ്റീൻ, ചായ കുടിക്കുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ എന്താ? വഹുവ യഖ്റുജു. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്യുന്നത്? ഞാൻ ഹസനെ കാണുമ്പം ഹസൻ എന്താ ചെയ്യുന്നത്? അദ്ദേഹം ക്യാൻറ്റീനിൽ നിന്ന് പുറപ്പെടാണ്. അപ്പോൾ ഇവിടെ വാവുൽ ഹാൽ, ഐ ഹാലു ഖുറൂജിഹി മിൻഹു, അതിൽ നിന്ന് പുറപ്പെടുന്ന അവസ്ഥ, ആ സാഹചര്യം, ആ സന്ദർഭം. വ ഇലൈക്കും, നിങ്ങൾക്കുണ്ട് അംസലത്തൻ ഉഖ്റ ലിവാവിൽ ഹാലി, മറ്റൊരു ഉദാഹരണം കൂടി പറയാം, ഉദാഹരണങ്ങൾ കൂടി പറയാം വാവുൽ ഹാലിൻ്റെ. അപ്പോൾ താഴെ കൊടുത്തിരിക്കുകയാണ്. മാത അബി, എൻ്റെ ഉപ്പ മരണപ്പെട്ടു. വ അന സഗീറുൻ, ഞാൻ ചെറുതായപ്പോൾ എൻ്റെ ഉപ്പ മരണപ്പെട്ടു. ദഖൽതുൽ മസ്ജിദ, ഞാൻ മസ്ജിദിലേക്ക് പ്രവേശിച്ചു. വൽ ഇമാമു യർക്കഉ, ഇമാം അപ്പോൾ റുക്കൂയിലായിരുന്നു, റുക്കൂ ചെയ്യുകയായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ വാവുൽ ഹാലാണ്. യർക്കഉ എന്ന് പറഞ്ഞാൽ റക്കഅ യർക്കഉ, റുക്കൂ ചെയ്യൽ, നിസ്കാരത്തിൽ റുക്കൂ ചെയ്യൽ.
അപ്പോൾ മസ്ജിദിലേക്ക് പ്രവേശിച്ചപ്പം ഇമാം എവിടെ എത്തിയിട്ടുണ്ട്? റുക്കൂയിലായിട്ടുണ്ട്. ലാ തൗക്കുൽ, നീ തിന്നരുത്. വ അൻത ശബ്ആനു, നീ വയറ് നിറഞ്ഞ അവസ്ഥയിൽ നീ തിന്നരുത്. ഷബാൻ എന്ന് പറഞ്ഞാൽ വയറൊക്കെ നിറഞ്ഞ് നല്ല സംതൃപ്തനായ അവസ്ഥക്കാണ് ഷബാനു എന്ന് പറയാം. അതിനുശേഷം പിന്നെന്താക്കാൻ പാടില്ല? ലാ തൗക്കുൽ, നീ തിന്നരുത്. ഇവിടെയും ബാബുൽ ഹാലിൻ്റെ ഉദാഹരണങ്ങളാണ് ഇതൊക്കെ. ലഅല്ലക്കും ഫഹിംതും, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഫഹിമ, അവൻ മനസ്സിലാക്കി. ഫഹിംതും, നിങ്ങളെല്ലാവരും മനസ്സിലാക്കി. ഹാത്തിയലാന മിസാലൻ ലിബാബിൽ അത്ഫി യാ അയ്യൂബ്, അയ്യൂബെ അത്ഫിൻ്റെ വാവിൻ്റെ ഉദാഹരണങ്ങൾ നീ കൊണ്ടുവരി. ഹാത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ്, നീ കൊണ്ടുവരി. അപ്പം അയ്യൂബ്, ദഹബ്തു ഇല സൂക്കി, സൂക്കിലേക്ക് ഞാൻ പോയി. വഷ്തറൈതു, ഞാൻ വാങ്ങി. അഷ്യാ, കുറച്ച് സാധനങ്ങൾ. അഷ്യ എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ. അപ്പോൾ ഇവിടെ എന്താ? വാ ഹർഫു അത്തഫ്, രണ്ട് ജുംലകളെ യോജിപ്പിക്കുന്ന വാവ്, അതിനാണ് ഹർഫു അത്തഫ് എന്ന് പറയുക. ഒന്നിക്കൽ രണ്ട് കലിമകളെ യോജിപ്പിക്കും, അല്ലെങ്കിൽ രണ്ട് ജുംലകളെ യോജിപ്പിക്കും. അപ്പോൾ മുദരിസു, അഹ്സൻത, നന്നായി. അഹ്സൻത പറഞ്ഞാൽ നീ നല്ലത് ചെയ്തു, നന്നായി. ഹാത്തി, നീ കൊണ്ടുവരി. മിസാലൻ, ഉദാഹരണം. ലിബാബിൽ കസ്മി, സത്യം ചെയ്യുന്ന വാവിൻ്റെ ഉദാഹരണം കൊണ്ടുവരിക. യാ മുആവിയ, മുആവിയെ. അപ്പോൾ മുആവിയ, വല്ലാഹി. അപ്പോൾ സത്യം ചെയ്യുന്ന വാവ് എങ്ങനെ? അള്ളാഹിനെ കൊണ്ട് സത്യം ചെയ്യുക, വേറെ ആരെ കൊണ്ടും സത്യം ചെയ്യരുത്. അള്ളാഹിനെ കൊണ്ട് മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ. വല്ലാഹി എന്നാ പറയാം, മജ്റൂർ. അപ്പോൾ ഹർഫുൽ ജറാണ് ഈ വാവ്. വല്ലാഹി മാ ഗിബ്തു ഖത്തുൻ, ഞാൻ ഒരിക്കലും ഹാജരാകാതിരുന്നിട്ടില്ല. ഗാബ, അവൻ ഹാജരായിട്ടില്ല. ഗാബ, അവൻ ഹാജരായിട്ടില്ല. ഗാബ എന്ന അസാന്നിധ്യത്തിനാണ് ഗാബ എന്ന് പറയുക. അപ്പോൾ ഗിബ്തു, ഞാൻ ആകാതിരുന്നിട്ടില്ല. അൽ മുദർരിസു, അധ്യാപകൻ. അഹ്സൻത, നീ നന്നായി ചെയ്തു. ഹാത്തി മിസാലൻ, ഉദാഹരണം കൊണ്ടുവരിക. ലിബാബിൽ ഹാലിയ ഫൈസലു, ഫൈസലെ. ബാബുൽ ഹാലിൻ്റെ ഉദാഹരണം കൊണ്ടുവരി. അപ്പോൾ ഫൈസൽ. ദഖൽത്തുൽ മസ്ജിദ, മസ്ജിദിലേക്ക് ഞാൻ പ്രവേശിച്ചു. വൽ ഇമാമു യഖ്തുബു, അപ്പോൾ ഇമാമ് ഖുത്ബ പറയാണ്. യഖ്തുബു, യഖ്തുബു പറഞ്ഞാൽ അവൻ ഖുത്ബ പറയുന്നു. അപ്പോൾ വൽ ഇമാമു യഖ്തുബു എന്ന് പറഞ്ഞാൽ ഇമാമ് ഖുത്ബ പറയുമ്പോഴാണ് ഞാൻ മസ്ജിദിലേക്ക് പ്രവേശിച്ചത്. ഇത് വാവുൽ ഹാൽ. ബാറക്കല്ലാഹു ഫീക്കും. അൽ മുദർരിസു, അഹ്സൻത, നന്നായിട്ടുണ്ട്. ഹാത്തി മിസാലൻ, ഉദാഹരണം കൊണ്ടുവരിക. ആഖറ യാ യൂനുസ്, യൂനുസ്, മറ്റൊരു ഉദാഹരണം കൊണ്ടുവരിക. ആഖർ എന്ന് പറഞ്ഞാൽ മറ്റൊരു. യൂനുസ്. തലബ്തുൽ ഇൽമ വാന കബീറുൻ, ഞാൻ ഇൽമി തേടി. തലബ്തു ഞാൻ തേടി. തലബ, അവൻ തേടി. തലബ്തു, ഞാൻ തേടി. അൽ ഇൽം, വിജ്ഞാനം, ഞാൻ വിജ്ഞാനം തേടി. വാന കബീറുൻ, ഞാൻ വലുതായപ്പോൾ, എനിക്ക് പ്രായമായപ്പോൾ. അപ്പോൾ ഇതൊക്കെ ബാബുൽ ഹാലിൻ്റെ ഉദാഹരണങ്ങളാണ്. അൽ മുദർരിസു, അഹ്സൻത, നീ നന്നായി ചെയ്തു. യാ അബ്ദുല്ലാഹി, അബ്ദുല്ലേ. ഇവിടെ അബ്ദുല്ല മുലാഫിലെയാണ്. അബ്ദുല്ല. അപ്പോൾ യാ വന്നപ്പോൾ എന്തായി? അബ്ദുല്ല എന്തായി? അബ്ദല്ല. ഫത്തഹാവും ദാലിൻ്റെ മുകളിൽ. ഉസ്കുർ ആയത്തൻ, നീ ആയത്ത് പറയ്. ഫീഹ, അതിലുണ്ട്. വാവുൽ ഹാൽ, വാവുൽ ഹാലുള്ളൊരായത്ത് പറയ്. അപ്പോൾ അബ്ദുല്ല. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന കഫറു, ഇന്ന, തീർച്ചയായും. അല്ലദീന കഫറു, സത്യനിഷേധികൾ. വമാതു, അവർ മരണപ്പെട്ടു. വഹും കുഫാറുൻ, അവർ സത്യനിഷേധികളായിക്കൊണ്ട് മരണപ്പെട്ടു. അപ്പോൾ വാവുൽ ഹാൽ. ഉലൈക അലൈഹിം, അവർക്കുണ്ട്. ലാനത്തുല്ലാഹി വൽ മലായികത്തി വന്നാസി, അള്ളാഹുവിൻ്റെ ശാപം, മലക്കുകളുടെ ശാപം,
വന്നാസി അജ്മഈൻ മുഴുവൻ ജനങ്ങളുടെയും ശാപം. അൽ മുദർരിസു ഐന വാവുൽ ഹാൽ ഫി ഹാദിഹിൽ ആയ, ഈ ആയത്തിൽ വാവുൽ ഹാൽ എവിടെ? അബ്ദുള്ള ഫി കൗലിഹി തആല, അല്ലാഹു തആല അവൻ്റെ വചനത്തിൽ വഹും കുഫാറുൻ അവർ സത്യനിഷേധികളാകുന്ന സന്ദർഭത്തിൽ. അൽ മുദർരിസു അഹ്സൻത നന്നായി ചെയ്തു. ബഖിയ സലാസു ദഖായിഖ് 3 മിനിറ്റ് ബാക്കിയുണ്ട്. 3 മിനിറ്റ് ബാക്കിയുണ്ട്. ഫഹൽ മിൻ സുആലിൻ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഫഹൽ മിൻ സുആലിൻ ചോദ്യത്തിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? മുആവിയ നാം അതെ. ലദയ്യ സുആലുൻ എൻ്റെ അടുത്തൊരു ചോദ്യമുണ്ട്. ലദയ്യ എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത്. ഇന്ദീൻ്റെ അതേ അർത്ഥമാണ് ലദയ്യ. ഇന്ദ എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത്, നമ്മൾ ബുക്ക് കൊണ്ട് പഠിച്ചതാ. അതേ അർത്ഥമാണ് ലതക്കും. അപ്പോൾ ലദയ്യ എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത്, ഇന്ദി എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത്. സുആലുൻ ഒരു ചോദ്യമുണ്ട്. മാ മാന എന്താണ് അർത്ഥം? അൽ ഹുറും ഹുറുമിൻ്റെ അർത്ഥം എന്താ? ഫി കൗലിഹി തആല അല്ലാഹു തആലയുടെ വചനത്തിൽ യാ അയ്യുഹല്ലദീന ആമനു സത്യവിശ്വാസികളെ ലാ തഖ്തുലു നിങ്ങൾ കൊല്ലരുത് അസ്സൈദ വേട്ടമൃഗത്തെ വേട്ടജന്തുവെ. അസ്സൈദ എന്ന വേട്ടജന്തു വേട്ടയാടപ്പെടുന്ന ജന്തു. വഅൻതും ഹുറുമുൻ നിങ്ങൾ ഹുറുമിലായിരിക്കെ. അപ്പോൾ ഹുറുമിലായിരുന്ന സന്ദർഭത്തിൽ നിങ്ങൾ കൊല്ലരുത്, വേട്ടജന്തുവെ കൊല്ലരുത്. അപ്പം എന്താണ് ഇവിടെ ഹുറുമിൻ്റെ അർത്ഥം എന്ന് ചോദിക്കുകയാണ്. അൽ മുദർരിസു മാനാഹ അതിനർത്ഥം മുഹ്രിമൂൻ മുഫ്രദുഹ ഹറാമുൻ അതിൻ്റെ ഏകവചനം ഹറാമുൻ ഐ മുഹ്രിമുൻ അതായത് ഇഹ്റാമിലുള്ള സമയത്ത്, ഇഹ്റാം കെട്ടിയ സമയത്ത് നിങ്ങൾ വേട്ടജന്തുക്കളെ കൊല്ലരുത്. അതാണ് മുഹ്രിം എന്ന് പറഞ്ഞാൽ അർത്ഥം ഇഹ്റാമാണ്. ഇഹ്റാമിലായിരിക്കുക. മുആവിയ ജസാക്കല്ലാഹു ഖൈറ അള്ളാഹു നിങ്ങൾക്ക് നല്ല പ്രതിഫലം നൽകട്ടെ. യറിന്നുൽ ജറസു ബെല്ലടിച്ചു. വയഖ്റുജുൽ മുദർരിസു അധ്യാപകൻ പുറപ്പെട്ടു. വഹുവ യഖൂലു അദ്ദേഹം പറയുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബാറക്കല്ലാഹു ഫീക്കും. ഈ പാഠം ഇവിടെ അവസാനിച്ചു. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.